ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രേവതിയുടെ സ്വർണം എടുത്തത് ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സച്ചി നടക്കുന്നതായിരുന്നു. അവസാനം അത് സുധി തന്നെയാണെന്നുള്ള കാര്യം സുധിയുടെ വായാലെ തന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ വീട്ടുകാരെയാണല്ലോ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് നല്ല തക്കതായിട്ടുള്ള മറുപടി രേവതി കൊടുക്കുന്നത് വരെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബാക്കി വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. കുറച്ചുപേര് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ എപ്പിസോഡുകളല്ലല്ലോ ഇപ്പൊ കഥ ഡിവേർട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അത് നമ്മുടെ റെബേക്കയ്ക്ക് കാലിന് സുഖമില്ലാതെ ആയതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ എപ്പിസോഡുകൾ കുറച്ച് വലിച്ചു നീട്ടുന്നതാണ് കേട്ടോ. ഈ എപ്പിസോഡിലേക്ക് ഉടനെ തന്നെ വരും. എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. തുടർന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ, അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയ അതേ ബുദ്ധി തന്നെയാണ്, ക്രിമിനൽ ബുദ്ധിയാണ് അച്ഛ ഇവന് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് രവി. അത് അച്ഛ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ രവിയുടെ അടുത്ത് നിന്ന് ആദ്യത്തത് ഒന്ന് പൊട്ടുന്നുണ്ട്. കാരണം നോക്കിയിട്ട് സുധിക്ക്. അത് കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യോടാ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വീണ്ടും അടിക്കുകയാണ്. രവി സുധിയെ അടിക്കുന്നതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നീ ഒരിക്കലും നന്നാവില്ലേടാ, നിന്റെ ഈ ബുദ്ധിയൊക്കെ എന്നാ മാറുക എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അടിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. വേണ്ട രവിയേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് രവിയുടെ കൈ പിടിക്കുമ്പോ നീയൊക്കെ ഒരു മനുഷ്യയാണോടി, കൈ എടുക്കടി എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ തട്ടി മാറ്റുവാണ്. ആദ്യം നിനക്കിട്ടിട്ടാ പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് നേരെ രവി കൈയൊക്കുമ്പോഴേക്കും സച്ചി വേണ്ട അച്ഛ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണേ. നീ എന്ത് പണിയെ ചന്ദ്രയെ കാണിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൻ പറ്റിക്കപ്പെട്ട് വന്ന് നിന്നതല്ലേ എന്നുള്ള കാര്യം. നിങ്ങൾ ഇപ്പൊ ചെയ്തതും പറ്റിക്കൽ തന്നെയാണ്. ഒരുത്തൻ പറ്റിക്കപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ രവി വീണ്ടും വീണ്ടും സുധിയെ അടിക്കാൻ വേണ്ടിയിട്ട് കൈയൊങ്ങാണ്. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛ വേണ്ട അച്ഛ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പിടിച്ചു മാറ്റിട്ട് സൈഡിലേക്ക് നിർത്തുന്നുണ്ടേ. അച്ഛ ഇവൻ കാരണമായിരിക്കോ അമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എടാ നീ അന്നെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീ വലിയ പണക്കാരിയാണ് കല്യാണം കഴിച്ചത്, ഞാൻ വെറും പൂ കിട്ടുന്നവളെയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നീ അന്ന് എന്നെ താഴ്ത്തി കെട്ടില്ലായിരുന്നോ? ഇപ്പോ എന്റെ ഭാര്യയുടെ സ്വർണം നീ എന്തിനാടാ എടുത്തത്? ഇപ്പോ നിന്റെ ഗൗരവം എവിടെ പോയടാ? പറയടാ നിന്റെ ഗൗരവം എവിടെ പോയി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി ഒന്ന് കൊടുക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വേണ്ട സച്ചിയേടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നത്, ഇതെന്താ ഓരോരുത്തർ മാറി മാറി ശ്രുതി അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. പിന്നെ അവൻ ചെയ്ത പണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ തലയിലേറ്റി നടക്കണമെന്നുള്ള കാര്യം ചോദിക്കുകയാണേ സച്ചി. അത് കഴിഞ്ഞ് രേവതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി ഇപ്പോഴും നിന്റെ ഭർത്താവ് ചെയ്തത് നിനക്ക് തെറ്റായിട്ട് തോന്നില്ലേ എന്നുള്ള കാര്യമാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അല്ല ശ്രുതി ചേച്ചിക്ക് ഈ കാര്യം മുന്നേ അറിയായിരുന്നോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്ന സമയത്ത് അറിയായിരുന്നു എന്ന് പറയാണേ. അത് കേട്ട ഉടനെ തന്നെ കേട്ടില്ലേ അച്ഛ, 3 കൂട്ടപ്രതികളാണെന്നുള്ള കാര്യം സച്ചി രവിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഒരു ദിവസം മുന്നായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മുന്നേ അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും സുധീരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കായിരുന്നു ഞാൻ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും രവി അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അടുത്ത്. ഇവനെ പ്രസവിച്ച ഇവന്റെ അമ്മ ഇവന്റെ എല്ലാ കളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കും, അതുപോലെ നീയും തുടങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അങ്ങനെ ശ്രുതിക്ക് നേരെ ദേഷ്യപ്പെടുന്ന രവിയുടെ അരികിലേക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ചെല്ലുകയാണേ. പക്ഷെ ചന്ദ്രയുടെ അടുത്താണെങ്കിൽ മിണ്ടി പോരുതെന്നല്ല നിന്റെ അടുത്ത് പറഞ്ഞത്, മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടുന്ന് ആട്ടുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് രവി. അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നത്, ബിസിനസ്സിൽ സുധി ഇങ്ങനെ പറ്റിക്കപ്പെട്ടതാണ്. മുമ്പ് രേവതിയും ഇതുപോലെ 500 മാല കെട്ടിക്കൊടുത്ത സമയത്ത് പറ്റിക്കപ്പെട്ടിട്ടില്ലായിരുന്നോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ഞാൻ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നല്ല രീതിയിലാണ് അത് കണ്ടുപിടിച്ചത്, അല്ലാതെ മറ്റുള്ളവരുടെ സാധനം എടുത്തിട്ടൊന്നുമല്ല ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ രേവതി നിന്റെ പ്രശ്നം എന്താ, സ്വർണ്ണാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അത് ഞാൻ തന്ന പോലെ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ആഹാ ഇത് നല്ല കഥയാണല്ലോ, സ്വർണം തിരികെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ കുറ്റപ്പെടുത്തിയിട്ടാണല്ലോ രേവതി സംസാരിക്കുന്നത്. ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ നിന്റെ പ്രശ്നം എന്താടി, എന്താ നിന്റെ വർത്താനം കേട്ടാ വിചാരിക്കല്ലോ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണോ എന്നുള്ള കാര്യം. അങ്ങനെ ചന്ദ്രമതി റേസ് ആവുന്നത് കാണുമ്പോഴേക്കും വീണ്ടും വായ അടപ്പിക്കുകയാണ് കേട്ടോ രവി. നീയൊക്കെ ഒരു പെണ്ണാണോ ചന്ദ്രേ? നീ എന്നെങ്കിലും ശ്രുതിക്ക് നല്ലൊരു അമ്മയായിട്ടുണ്ടോ? അവന് ഇങ്ങനെ മോഷണം, കള്ളം പറയല്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത് നീ ഒറ്റ ഒരുത്തിയാണ്. ഇതാണോ നീ അവനെ വളർത്തിയ ലക്ഷണം? അവനെ ആരെങ്കിലും പണം പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവന്റെ മിസ്റ്റേക്ക് ആണ്. അതിനു വേണ്ടിയിട്ട് എന്തിനാ രേവതിയുടെ സ്വർണ്ണം വിറ്റത്? അത് രവിയുടെ ബ്യൂറോയില് ചുമ്മാ ഇരിക്കല്ലായിരുന്നോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് എന്ന് കരുതിയിട്ട് നീ അത് എടുത്തോണ്ട് പോയി വിൽക്കുവോ? വിറ്റിട്ട് നീ നല്ല വെള്ള ചമയുകയും രേവതിയുടെ അമ്മയെ കുറ്റപ്പെടുത്തുകയും പോരാത്തതിന് എന്റെ അമ്മയെ നീ നാണം കെടുത്തിയില്ലേ? നീയൊക്കെ എന്ത് ജന്മാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല എന്നും നിന്റെ കൂടെ ജീവിക്കാൻ തന്നെ എനിക്ക് ഭയമാണ്. നീ നിന്റെ മകന് വേണ്ടിയിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയാണ് എനിക്ക്. അയ്യോ രവിയേട്ടാ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ തെറ്റാണ്, നിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത് തന്നെ തെറ്റാണ്. ഇനി ഒരിക്കലും നിന്റെ അടുത്ത് സംസാരിക്കില്ല, നിന്റെ കൈകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ മേടിച്ച് കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് രവി പോകുമ്പോഴേക്കും രവിയേട്ട എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. തൊട്ടു പോകരുത് തന്നെ, ഇനി എന്റെ കൺമുമ്പ് പോലും നിന്നെ കണ്ടുപോകരുതെന്നൊക്കെയാണ് കേട്ടോ രവി പറയുന്നത്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് കണ്ടവൾമാരുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് ഞാൻ നമ്മുടെ മകന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതെന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ശരി നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കണ്ട, എന്നെ മനസ്സിലാക്കുകയും വേണ്ട, അല്ലെങ്കിലും ഈ വീട്ടിൽ ഞാനാണല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ റൂമിൽ ചെന്നിട്ട് കഥ കടിച്ചിട്ട് ഇരിക്കുവാണേ.
ആന്റി പോയി കഥ കടയ്ക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. സുധിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആന്റി എന്ന് പോയിട്ട് കഥ കടച്ചത് ചെന്ന് വിളിക്ക് സുധി എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു വിടാണ്. അങ്ങനെ സുധി ചെന്നിട്ട് അമ്മയെ കഥക് തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മുട്ടുന്നുണ്ടെങ്കിലും ചന്ദ്രമതി കഥക് തുറക്കുന്നില്ല. അത് കഴിഞ്ഞ് ശ്രുതിയും ചെന്ന് മുട്ടുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവർക്കും ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ, ഇനി ചന്ദ്രമതി എന്തെങ്കിലും ചെയ്യോ എന്നുള്ള ഭയന്നിട്ടാണ്. തുടർന്ന് ശ്രീകാന്തും പോയിട്ട് കഥകിന് മുട്ടുന്നുണ്ട്. എന്നിട്ടും തുറക്കുന്നില്ല. അവസാനം ശ്രീകാന്ത് പറയുന്നുണ്ട്, എല്ലാം സുധിയേട്ടൻ ഒറ്റൊരുത്തം കാരണമാണ്, ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അത് കേട്ട് സുധിക്ക് ടെൻഷനായിട്ട് വീണ്ടും അമ്മയെ കഥക് തുറക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛനെന്തോ ദേഷ്യത്തിൽ പറഞ്ഞതാണ് അമ്മ പുറത്തോട്ട് വാ, നമുക്ക് സംസാരിച്ച് ശരിയാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ടും നമ്മുടെ രവി ആണെന്നുണ്ടെങ്കിൽ ഒരു കുലുക്കവും ഇല്ലാതെ അവിടെ അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. രേവതിക്കും അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. സച്ചേട്ടാ, അമ്മ എന്താ കഥക് തുറക്കത്ത്, ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി, നീ ചെന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് തുറക്കണം എന്ന് വിചാരിച്ച അമ്മ തുറക്കാതെ അവിടെ തന്നെ ഇരിക്കുകയോ ചെയ്യുള്ളൂ, നീ മിണ്ടാതെ ഇവിടെ ഇരിക്കാൻ നോക്കുക എന്ന് പറയുമ്പോഴേക്കും എനിക്കെന്തോ പേടി തോന്നുന്നുണ്ടെന്ന് രേവതി പറയുകയാണേ. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പോയി അടച്ചുമൂടി ഇരിക്കാറുണ്ട്, അമ്മ ഒന്നും ചെയ്യില്ല, നീ ഭയപ്പെടാതെ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി അവിടെ നിർത്തുവാണേ. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ, അച്ഛ അമ്മ പുറത്തേക്ക് വരുന്നില്ല, കാണുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടേ. ശ്രീകാന്ത് ചോദിച്ചത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ, അച്ഛൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മ വരുന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ കൈ പിടിക്കുവാണേ. പക്ഷെ അച്ഛനാണെന്നുണ്ടെങ്കിൽ കൈ അങ്ങ് തട്ടി മാറ്റുവാണ് ഭയങ്കര ദേഷ്യത്തില്. അതിൽ നിന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതിയുടെ വാക്കൊന്നും അച്ഛൻ കേൾക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ വീണ്ടും പോയിട്ട് ശ്രുതിയും കഥകിന് മുട്ടുവാണ്. പക്ഷേ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ കഥക് തുറക്കും എന്നുള്ള കാര്യം. ഈ രംഗങ്ങളെല്ലാം നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശ്രീകാന്തിന്റെ അരികിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടി ടെൻഷൻ ആവുന്നത്, ആന്റി വിശന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ പക്ഷേ നീ ഒന്നും മിണ്ടാതിരിക്കുമോ എന്നുള്ള കാര്യമാണ് ശ്രീകാന്ത് പറയുന്നത്. അങ്ങനെ എത്ര മുട്ടിയിട്ട് നമ്മുടെ ചന്ദ്ര തുറക്കുന്നില്ല. ശ്രീകാന്ത് വീണ്ടും അച്ഛന്റെ അരികിലേക്ക് വന്ന് പറയുന്നുണ്ട്, അച്ഛൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ കഥക് തുറക്കുമെന്ന്. അത് കേട്ട് മറുപടി ഒന്നും പറയാതെ രവിയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം സച്ചിന്റെ അടുത്ത് രേവതി പറയുന്നുണ്ട് ഒന്ന് പോയി വിളിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അവരാരും വിളിച്ചിട്ട് തുറക്കുന്നില്ല, പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പോയി തുറക്കുക, അതല്ല സച്ചേട്ടൻ പോയിട്ട് അച്ഛന്റെ അടുത്ത് സംസാരിക്കും. എന്തിനാ രേവതി ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, അമ്മ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങോട്ട് പോന്നോളും, എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടില്ലേ ആ ഒരു ഇതിന്റെ മേലെ അവിടെ കയറി കുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അല്ല സച്ചേട്ടൻ ഒന്ന് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിടുവാണ് കേട്ടോ അച്ഛന്റെ അരികിലേക്ക്. സച്ചിയെ അരികിലേക്ക് ചെന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛനൊന്ന് വിളിക്കുക എന്ന് പറയണേ. നീ എന്റെ അരികിൽ തന്നെയല്ലേ നിൽക്കുന്നത്, പിന്നെ ഞാനെന്തിനാ നിന്നെ വിളിക്കുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത്, ഞാൻ എന്നെ വിളിക്കുന്ന കാര്യമല്ല അച്ഛ പറഞ്ഞത്, അമ്മയെ വിളിക്കുന്നതാണ്, വിളിച്ചിട്ടൊന്ന് സംസാരിക്കുന്ന പറയുമ്പോൾ നിനക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീ വിളിച്ച് സംസാരിച്ചോളണം. അതല്ല അച്ഛ, അമ്മ കഥക് അടച്ചിട്ട് ഒരുപാട് നേരമായില്ലേ, ആരും വിളിച്ചിട്ട് കഥക് തുറക്കുന്നില്ല, അച്ഛൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കഥക് തുറക്കും എന്നുള്ള കാര്യം രേവതി പറയുമ്പോ ഞാൻ നാണം കെട്ടിട്ട് അവളെ ചെന്ന് വിളിക്കണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അച്ഛ ഇതിൽ നാണക്കേടേണ്ട കാര്യം എന്തിരിക്കുന്നു, അമ്മയല്ലേ എന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് അമ്മ നിനക്കാണ്, അച്ഛൻ എപ്പോഴും പറയാറില്ല അച്ഛ എപ്പോഴും സമാധാനമായിട്ട് ഇരിക്കണോ എന്നുള്ള കാര്യം, എന്നിട്ട് അച്ഛൻ ഇപ്പൊ ഇങ്ങനെ കാണിക്കാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടാണ് അവൾക്ക് തലക്കനം കുറച്ച് കൂടി പോയത്. ഇത്രയും നാളെ ഞാൻ സമാധാനമായിട്ട് ഇരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിനക്ക് അറിയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ ക്ഷമയുള്ള ഒരാളായതുകൊണ്ടാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത്രയും നാളെ ഞാൻ മിണ്ടാതിരുന്നത് ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ്, എന്നിട്ടും അവൾ ചെയ്തു വെച്ചിരിക്കുന്ന പണി കണ്ടില്ലേ. ഇപ്പോ അവള് ഈ കുടുംബത്തിലെ മൂത്ത ഒരാളാണ്, ആ രീതിയിൽ എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും അവള് നടന്നിട്ടുണ്ടോ, അവള് മാറുന്നു വിചാരിച്ചു, പക്ഷെ അവൾ ഒരിക്കലും മാറില്ല എന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് ഞാൻ അറിയാതെ ഈ വീടിന്റെ ആധാരം കൊണ്ടുപോയിട്ട് അവള് പണയം വെച്ചു, ഇപ്പോ രേവതിയുടെ സ്വർണം കൊണ്ടേ വിറ്റു, എന്നിട്ട് എന്ത് നടിക്കലാണ് അവള് നടിച്ചത്. പോരാത്തതിന് രേവതിയുടെ അമ്മയുടെ മേലും അതുപോലെ തന്നെ എന്റെ അമ്മേന്റെ മേലും അവള് പഴി ചാരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇനിയും അവളുടെ അടുത്ത് ഞാൻ സംസാരിക്കണോ എന്നുള്ള കാര്യം കുറച്ച് ദേഷ്യത്തോടു കൂടി ഒച്ചത്തിലാണ് കേട്ടോ നമ്മുടെ രവി രേവതിയുടെ അടുത്തും അതുപോലെ തന്നെ സച്ചിയുടെ അടുത്തും ചോദിക്കുന്നത്. അച്ഛ അതൊക്കെ മനസ്സിലാകും, അമ്മ ഈ സ്വർണം വിൽക്കുന്നതും കാര്യങ്ങൾക്കൊക്കെ ഐഡിയ കൊടുത്തത് ആ ഓടിപ്പോയവനായിരിക്കും, ആ ഓടിപ്പോയവന് വേണ്ടിയിട്ട് അമ്മ എന്തും ചെയ്യുമല്ലോ. ശരി, അവൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവളുടെ ബുദ്ധി എവിടെ പോയി, അവളുടെ തലയിൽ എന്താ കളിമണ്ണാണോ, അവളുടെ ബുദ്ധിയാണ് അവന് തന്നെ കിട്ടിയിരിക്കുന്നത്. ശരിയാണ് അച്ഛ, അച്ഛന്റെ കോപം ന്യായമായിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഈ സമയത്ത് കാണിക്കണോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ ഈ സമയത്തും ഞാൻ അവളടുത്ത് ആ ദേഷ്യം കാണിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ ഈ വീട്ടില് ഞാൻ വെറും ഒരു ജഡമായി പോകും എന്നുള്ള കാര്യം പറയാണേ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്, അവള് എപ്പ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ക്ഷമിച്ചില്ലേ, ആ എന്നെ പറഞ്ഞാ മതി, അച്ഛനൊരു കാര്യം ചെയ്തോളൂ, അമ്മയെ ചീത്ത വിളിക്കൂ എന്നുള്ള കാര്യം പറയുമ്പോ ഇതിനു വേണ്ടിയിട്ടാണ് രേവതി നീ അച്ഛന്റെ അടുത്ത് എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അതല്ല, അച്ഛൻ അമ്മയെ ചീത്ത വിളിക്കുകയെ ശാസിക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ,
ചെയ്യട്ടെ, പക്ഷെ അത് പുറത്തേക്ക് വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം അത് കറക്റ്റ് ആണെന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അച്ഛ, ഞങ്ങൾക്ക് ഒരിക്കലും അമ്മയെ ചീത്ത പറയിപ്പിക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. തെറ്റ് നടന്നത് എവിടെയാണോ അത് കണ്ടുപിടിക്കണം എന്ന് മാത്രമായിരുന്നു. പക്ഷെ അത് ഇത്രയും വഷളാവും എന്നുള്ള കാര്യം ഞങ്ങൾ കരുതിയില്ല. എനിക്കും അമ്മയോട് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ ഒരിക്കലും അമ്മ പെട്ടെന്ന് കഥ കടിച്ച് റൂമിനുള്ളിൽ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. എന്താണെങ്കിലും അച്ഛ, പുറത്ത് കൂട്ടി വന്നിട്ട് നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. അമ്മ മുന്നും പിന്നും നോക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. തുടർന്ന് രേവതിയും പറയുന്നുണ്ട്, അച്ഛ ഇങ്ങനെ സംസാരിക്കാതിരിക്കല്ലേ, അമ്മയെ വിളിച്ചിട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കേ. കാര്യങ്ങളൊക്കെ രേവതിയും സച്ചിയും കൂടി ചേർന്ന് പറഞ്ഞിട്ടും നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. അത് കാണുമ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടു പോവാണേ. അച്ഛൻ ചെന്നിട്ട് അമ്മയെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ കൈ വിടടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് നിങ്ങളുടെ സ്വർണം കൊണ്ടുപോയി വിറ്റിട്ട് അവള് നിങ്ങളുടെ മേലിൽ തന്നെ തെറ്റ് ചാർത്താൻ വേണ്ടി നോക്കിയവളാണ്. അവൾക്ക് നിങ്ങൾ വക്കാലത്ത് പറയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛ എന്ത് ചെയ്യാനാണ്, ചെറുപ്പത്തില് മക്കൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അച്ഛനമ്മമാരും അതുപോലെ വയസ്സാകുന്ന സമയത്ത് അച്ഛനമ്മമാര് തെറ്റ് ചെയ്യുന്ന സമയത്ത് മക്കളും കൊടുക്കണം സഹിക്കണം എന്നൊക്കെയാണ് അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുകയാണേ. എന്തായാലും അച്ഛ സത്യം എന്താന്നുള്ള കാര്യം മനസ്സിലായില്ലേ, അത് മതി. എന്തായാലും അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുവാണ്. രേവതിയും അതുപോലെ തന്നെ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും രവി പറയുന്നത്, നിങ്ങൾ അത്രയും നല്ല മനസ്സൊന്നും എനിക്കില്ല. അവള് ചെയ്ത തെറ്റ് എനിക്കൊരിക്കലും അത്ര പെട്ടെന്ന് മറക്കാൻ വേണ്ടി പറ്റില്ല. ശരി അച്ഛൻ പൊറുക്കൊന്നും വേണ്ട, പക്ഷെ ഒരു തവണ അച്ഛനൊന്നും വന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും സച്ചി കൈപ്പിടിച്ചിട്ട് വലിച്ചോണ്ട് പോകുമ്പോഴേക്കും വിടടാ, എന്നെ കൊണ്ട് അവളോട് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞത് തന്നെയാണ്. അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്, അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും വിളിക്കുമ്പോഴേക്കും വിടടാ, ഇത് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇടയിലുള്ള പ്രശ്നമാണ്, അതിൽ നീ തലയിടണ്ട എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോവുകയാണ്. രവി ആണെങ്കിൽ പോയിട്ട് ആ സോഫന്റെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ വീണ്ടും ചെല്ലുന്നുണ്ട്. അച്ഛ ഒന്ന് വാ അച്ഛ, വിളിക്കച്ഛ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലടാ, ഞാൻ ഇവിടെ നിൽക്കണോ അതോ ഇവിടെ ഇറങ്ങി പോണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ ടെൻഷൻ ആവണ്ട, ഇവിടെ തന്നെ ഇരുന്നോളൂ എന്നുള്ള കാര്യം പറയണേ. എന്നിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും രവി ആ സോഫയിൽ കിടക്കുവാണ്. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, നീ കേട്ടില്ല അച്ഛൻ എന്നെ ചീത്ത വിളിക്കുന്നത്, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകുമ്പോഴേക്കും അല്ല ഇവിടെ കഥ തട്ടിക്കൊണ്ടിരുന്ന ടീം എവിടെ പോയി കിടന്നുറങ്ങിയോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് അടുക്കളയിൽ ചെന്ന് നിൽക്കുവാണേ. എന്താ അച്ഛൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. സാധാരണ സച്ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കേൾക്കുന്നതല്ലേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് അതൊക്കെ ശരി തന്നെയാണ്. ഇപ്പോ അമ്മ ചെയ്തിരിക്കുന്നത് അത്രയും വലിയൊരു കാര്യമാണ്. അമ്മ ഒരു തെറ്റ് ചെയ്തിട്ട് എന്തായാലും ഞാൻ തെറ്റ് പറ്റിപ്പോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അച്ഛന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛന് ദേഷ്യം കുറച്ചെങ്കിലും കുറയായിരുന്നു. എന്നാൽ അമ്മയാണെന്നുണ്ടെങ്കിൽ തെറ്റേ ചെയ്തിട്ടില്ല എന്നുള്ള ഭാവത്തിലാണ് സംസാരിച്ചത്. ഇപ്പോ സച്ചേട്ടൻ നമ്മൾ എന്താ ചെയ്യാ, അച്ഛനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം കുറയുന്നില്ല, അമ്മയാണെങ്കിൽ ചെന്നിട്ട് കഥ കടച്ചു, അമ്മ എന്തെങ്കിലും കയ്യബദ്ധം ചെയ്യോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ കുറച്ചു നേരം ഇങ്ങനെ തന്നെ അങ്ങ് വിട്ടാൽ മതി, ഉറങ്ങി എണീറ്റിട്ട് അമ്മ തന്നെ പുറത്തേക്ക് വന്നോളൂ. നമ്മളെല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടില്ലേ, അങ്ങനെ തെറ്റ് ചെയ്തത് എല്ലാവരും പിടിക്കപ്പെട്ടല്ലോ, അതിന്റെ ഇതിലാണ് അമ്മ അകത്ത് പോയിട്ട് കഥ കടച്ചത്, അത് കുറച്ച് കഴിഞ്ഞാൽ പോന്നോളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക, അമ്മ എന്തെങ്കിലും ചെയ്താലോ, അച്ഛൻ പോയി വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അമ്മ കഥക് തുറക്കുന്നുള്ള കാര്യം പറയുമ്പോൾ അത് നമ്മൾ പോയി സംസാരിച്ചതല്ലേ, ആ കാര്യത്തിൽ ഇടപെടണ്ട എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞത് നീ കേട്ടില്ലേ, വേറെ നമ്മൾ എന്താ സച്ചേട്ട എന്നുള്ള ചെയ്യാ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് വേറെ എന്ത് ചെയ്യാനാ, എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്നാണ് അച്ഛൻ മറുപടി കൊടുക്കുന്നത്.